ക്രിക്കറ്റ് ടീമിൽ എപ്പോഴും എടുത്തു പറയാൻ സാധിക്കുന്ന നിരവധി താരങ്ങൾ എല്ലാ സമയത്തും ഉണ്ടായിട്ടുണ്ട്. IPLന്റെ വരവോടെ ഇന്ത്യൻ ടീമിലേക്കുള്ള താരങ്ങളുടെ ഒഴുക്ക് കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിവുണ്ടായിട്ടും പല താരങ്ങൾക്കും ടീമിന് പുറത്തു നിൽക്കേണ്ട അവസ്ഥയാണ്. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ ഇടമർഹിച്ചിരുന്ന പല താരങ്ങൾക്കും അവസരം ലഭിച്ചിട്ടില്ല. അത്രത്തോളം താരസമ്പന്നമാണ് ഇന്ത്യൻ ടീം. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ സെമിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക എന്നീ ടീമുകളിൽ ഒന്നിനെ ഇന്ത്യ സെമിയിൽ നേരിടേണ്ടതായി വരും. കപ്പ് ഇന്ത്യ നേടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇടം നേടാൻ അർഹതയുണ്ടായിട്ടും തഴയപ്പെട്ട് നിൽക്കുന്ന ചില താരങ്ങളുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യ ഏകദിനത്തിൽ വേണ്ടത്ര അവസരം നൽകാതെ തഴഞ്ഞു നിർത്തിയിരിക്കുന്ന താരങ്ങളിൽ യശസ്വി ജയ്സ്വാൾ ഉണ്ട്. യശസ്വി ജയ്സ്വാളിനെ ടെസ്റ്റിലും T20യിലും ഇന്ത്യ ഓപ്പണിംഗിൽ സജീവമായി പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ഏകദിനത്തിൽ കാര്യമായ പിന്തുണ ജയ്സ്വാളിന് ലഭിക്കുന്നില്ല. ഏകദിനത്തിലും ശോഭിക്കാൻ താരത്തിന് കഴിവുണ്ടെങ്കിലും അവസരം കുറവാണ്. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും അദ്ദേഹം തഴയപ്പെട്ടിരുന്നു. അതിവേഗ റൺസ് ഉയർത്താൻ ശേഷിയുള്ള ബാറ്റ്സ്മാനാണ് ജയ്സ്വാൾ. അതുപോലെ മറ്റ് IPLലെ നായകന്മാർക്കെല്ലാം ഇന്ത്യൻ ടീമിൽ കൂടുതൽ അവസരം ഉണ്ടെങ്കിലും ഋതുരാജിന് നിലവിൽ പരിഗണന ഇല്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഒരു ഫോർമാറ്റിലേക്കും ഇന്ത്യ താരത്തെ പരിഗണിക്കുന്നില്ല. എന്നാൽ നിലയുറപ്പിച്ച് വലിയ സ്കോർ നേടാൻ ശേഷിയുള്ളവനാണ് ഋതുരാജ്. ക്ലാസിക് താരമായ ഋതുരാജിന് കൂടുതൽ അവസരം ലഭിക്കേണ്ടതാണ്. അതുപോലെ മൂന്നാം നമ്പറിൽ അഭിഷേക് ശർമ്മയാണ് ഉള്ളത്. യുവരാജിന്റെ ശിഷ്യനായ അഭിഷേക് അതിവേഗ റൺസ് ഉയർത്താൻ കഴിവുള്ളവനാണ്. ബൗളർ എന്ന നിലയിലും ടീമിന് ഉപകാരിയാണ് ഇടം കയ്യൻ ബാറ്റ്സ്മാനായ അഭിഷേക്. T20യിൽ ഇന്ത്യക്കായി 2 സെഞ്ചുറി നേടാൻ ഇതിനോടകം താരത്തിന് സാധിച്ചിട്ടുണ്ട്. വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന താരമാണ് അഭിഷേക്. സായി സുദർശനാണ് നാലാമൻ. ഇന്ത്യ A ടീമിനൊപ്പം ആഭ്യന്തര ക്രിക്കറ്റിലും IPLലുമെല്ലാം ഒരുപോലെ ശോഭിക്കാൻ സുദർശന് സാധിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യ വേണ്ടത്ര പരിഗണിക്കുന്നില്ല. ടെസ്റ്റിലും ഏകദിനത്തിലും വലിയ സ്കോർ നേടാൻ സുദർശന് സാധിക്കും. നിലയുറപ്പിച്ച് കളിക്കാനും പിന്നീട് ആക്രമിക്കാനും സുദർശന് സാധിക്കും. അഞ്ചാമനായി സഞ്ജു സാംസണാണ്. ടീമിന്റെ വിക്കറ്റ് കീപ്പറും നായകനും സഞ്ജുവാണ്. ഏകദിനത്തിൽ 56 ശരാശരി ഉണ്ടായിട്ടും സഞ്ജു ടീമിന് പുറത്താണ്. ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ നിന്നും അദ്ദേഹം തഴയപ്പെടുകയായിരുന്നു. ഏകദിനത്തിൽ വലിയ കരിയർ സഞ്ജു അർഹിക്കുന്നുണ്ട്. എന്നാൽ വലിയ പിന്തുണ ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഫിനിഷർമാരായി തിലക് വർമ്മയും റിയാൻ പരാഗിനെയും പരിഗണിക്കാൻ സാധിക്കും. രണ്ടുപേരും വെടിക്കെട്ട് പ്രകടനം നടത്തുന്ന ബാറ്റ്സ്മാൻമാരും സ്പിൻ ഓൾറൗണ്ടർമാരുമാണ്. ഫിനിഷർ റോളിൽ തിളങ്ങാൻ ശേഷിയുള്ള ഇരുവരും ഇന്ത്യയുടെ T20 ടീമിൽ സമീപകാലത്തായി കയ്യടി നേടുന്ന പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. നിതീഷ് കുമാർ റെഡ്ഡിയാണ് 8ാമൻ. മീഡിയം പേസ് ഓൾറൗണ്ടറായ താരം എക്സ് ഫാക്ടർ താരമാണ്. ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റാൻ ശേഷിയുള്ളയാൾ. സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായി രവി ബിഷ്ണോയെ കളിപ്പിക്കാം. പന്തുകൊണ്ട് വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സ്പിന്നർക്കാവും. പേസ് നിരയിലേക്ക് മൊഹ്സിൻ ഖാനും ഇടം കയ്യൻ പേസർ ഇന്ത്യൻ ടീമിൽ അവസരം അർഹിക്കുന്നവനാണ്. എന്നാൽ ഇന്ത്യ തീർത്തും അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ദീപക് ചഹാറാണ് 11ാമൻ. മീഡിയം പേസ് ഓൾറൗണ്ടറായ ദീപകിനെയും ഇന്ത്യ കാര്യമായി പരിഗണിച്ചിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.